അങ്ങനെ വീണ്ടും മെസ്സി ഗോട്ടാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ആരാണ് ഗോട്ട്? അത് മെസ്സിയാണ്. മെസ്സിയാണ് ഗോട്ട്. അത് ഇവിടെയാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വേൾഡ് കപ്പിലാണ്. വേൾഡ് കപ്പിൽ ഇതുപോലെ ഒരു ഗോൾ വേട്ടയിൽ മുൻപന്തിയിലേക്ക് കയറി വരാൻ വേറൊരു അർജന്റീനക്കാരനും സാധിച്ചിട്ടില്ല. അപ്പം എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് മെസ്സി അതിന് മുന്നോട്ട് കയറി മുൻപന്തിയിൽ കിടന്നിരുന്ന ജർമ്മനിയുടെ മിറോസോ ക്ലോസയെ പിന്നിലേക്ക് വലിച്ചിട്ടുകൊണ്ട് മെസ്സി 18 ഗോളുകൾ നേടി അങ്ങനെ വേൾഡ് കപ്പിലാകെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരനായിട്ട് മാറിയിരിക്കുകയാണ്. 18 ഗോളുകൾ. 6 വേൾഡ് കപ്പ് വേണ്ടി വന്നു മെസ്സിക്ക് 18 ഗോളുകൾ നേടാൻ. അതൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. അപ്പം കുറേയേറെ വർഷങ്ങളായിട്ട് ക്ലോസയുടെ പേരിലായിരുന്നു ആ റെക്കോർഡ്. 16 ഗോളുകൾ എന്ന റെക്കോർഡ്. അതങ്ങനെ ലോകത്തിൻ്റെ മികച്ച മിഡ്ഫീൽഡറായ, മികവുള്ള ഗോൾ വേട്ടയിൽ മിടുക്കനായ, കിങ് എന്നു പേരുള്ള കിങ് ഗോട്ടായ മെസ്സി അത് സ്വന്തം തലപ്പാവിലേക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പം ഓസ്ട്രിയ ആയിട്ടുള്ള മത്സരത്തിലാണ് മെസ്സി അങ്ങനെ 2 ഗോളുകൾ നേടിയത്. ഒരു പെനാൽറ്റി കിട്ടി, അതടിച്ച് പുറത്തേക്ക് പറമ്പിലേക്കാണ് കളഞ്ഞു. രാജാവ് അടിച്ച് പറമ്പിലേക്ക് കളഞ്ഞെന്ന് നമുക്ക് പറയാം. അതും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മെസ്സിയുടെ ഗോൾ ഒന്നും കൂടി ഉയർന്നേനെ. പക്ഷെ അത് കിട്ടിയില്ല. അപ്പം രാജൻ്റെ പെനാൽറ്റി കിക്ക് നേരെ പറമ്പിലേക്ക് പോയി. പക്ഷേ മെസ്സിക്ക് പിന്നാലെ എംബാപ്പ കുതിച്ചു വരുന്നുണ്ട്. 16 ഗോളുകളുമായിട്ട് പുറകെ തന്നെ വരുന്നുണ്ട്. ഈ വേൾഡ് കപ്പിൽ അവർ തമ്മിലൊരു മത്സരമായിരിക്കും ഏറ്റവും കൂടുതൽ കൗതുകത്തോടു കൂടി എല്ലാവരും നോക്കുന്നത്, അത്ഭുതത്തോടു കൂടി നോക്കുന്നത്, അങ്ങനെ പറയാം. കാരണം എംബാപ്പ അധികം വേൾഡ് കപ്പ് ഒന്നും കളിക്കാത്തൊരു താരമാണ്. അദ്ദേഹം ഈ കുറഞ്ഞ ഇടവേളയിൽ തന്നെ മികവുള്ള ഷോട്ടുകൾ കൊണ്ട് ഗോളുകൾ കണ്ടെത്തുന്നതിൽ മിടുക്കനാണ്. ഇപ്പം തന്നെ അദ്ദേഹത്തിന് നല്ലതുപോലെ ഗോളിലേക്ക് ഉള്ള കണ്ണ് ഒന്ന് വേഗത്തിലാണ്. നല്ലതുപോലുള്ള വേഗതയാർന്ന ഒരു ഫുട്ബോളറാണ് എംബാപ്പെ. പക്ഷേ മെസ്സി ഈ 18 ഗോളുകൾ നേടിയപ്പോൾ വേറെ ആരെങ്കിലും മെസ്സിനെ വലിച്ചിടാനോ മെസ്സിനെ തളർത്താനോ മെസ്സിനെ വീഴ്ത്താനോ നോക്കിയിട്ടില്ല എന്നുള്ളത് വേറൊരു വസ്തുത തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്, അദ്ദേഹത്തിന് പോലും മുൻപന്തിയിലേക്ക് കയറി വരാൻ സാധിച്ചിട്ടില്ല. ഇതെങ്ങനെ മെസ്സിക്ക് സാധിച്ചു? ഈ ഗോൾ വേട്ടയിൽ മെസ്സി മുൻപന്തിയിലേക്ക് കയറി വരാൻ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ കഠിനാധ്വാനം തന്നെയാണ്. അധ്വാനം. ആ അധ്വാനത്തിൻ്റെ ഫലമാണ് 2022 വേൾഡ് കപ്പ് അർജന്റീനയുടെ തോളത്ത് ഇങ്ങനെ ഇരിക്കാൻ കാരണം. അത് മെസ്സിയുടെ അധ്വാനം തന്നെയാണ്. 2022 വേൾഡ് കപ്പിലാണ് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പിൽ നിന്നുള്ള ഗോളുകൾ ശേഖരിച്ച് കൂട്ടുന്നതിൽ മെസ്സി മിടുക്ക് കാണിച്ച് മുന്നോട്ട് പോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്, മെസ്സി ഈ വേൾഡ് കപ്പിലും അപാര ഫോമിലാണ്, ഫുൾ എനർജിയിലാണ്. അത് നമ്മൾ സസൂക്ഷ്മം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അങ്ങേര് താഴേക്ക് പോകും, ക്യാപ്റ്റൻ എന്ന നിലയിൽ പതുക്കെ കളിക്കും, പിൻവാങ്ങി കളിക്കും, മിഡിൽ ഒതുങ്ങി നിൽക്കും എന്നൊക്കെ ഉള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ ആ ചിന്തകളൊക്കെ ഡിലീറ്റ് ചെയ്തേക്ക്. അപാര ഫോമിൽ തന്നെയാണ് മെസ്സിയുടെ കളി. മെസ്സി മനസ്സറിഞ്ഞ് കളിക്കുകയാണ്. ഇനി എത്ര പേരെ അങ്ങേരെ പൂട്ടാൻ നോക്കിയാലും, ചുറ്റുപാടൊക്കെ നിന്ന് വലിച്ചിടാൻ നോക്കിയാലും, തകർക്കാൻ നോക്കിയാലും, ചുറ്റും ഇങ്ങനെ അതിർത്തി തിരിച്ചിങ്ങനെ മതിൽ കെട്ടാൻ നോക്കിയാലൊക്കെ തകർക്കാനുള്ള ശേഷിയായിട്ടാണ് മെസ്സിയുടെ മുന്നോട്ടുള്ള പോക്ക്. ഈ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പോർച്ചുഗലിൽ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പന്ത് കിട്ടുന്നില്ല, ആരും തരുന്നില്ല എന്ന് പറഞ്ഞുള്ള ഒരു വിഷയം അങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, അർജന്റീന നിരയിൽ മെസ്സിനെ നല്ലതുപോലെ ബഹുമാനിക്കുന്നുണ്ട് മറ്റു കളിക്കാർ. അവരെല്ലാവരും മെസ്സിക്ക് നല്ലതുപോലെ പന്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ മെസ്സി അവർക്കും പന്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു പരസ്പര ധാരണ വെച്ച് കളിക്കുന്നുണ്ട്. അത് അർജന്റീനയുടെ ഒരു മുഖമുദ്രയായിട്ട് മാറിയിരിക്കുകയാണ്. അത് നല്ല കാര്യമാണ്, അടിപൊളിയാണ്. അങ്ങനെ വേണം, ഒരു ടീമാവുമ്പോൾ അങ്ങനെ വേണം, കൊടുത്തു വാങ്ങി കളിക്കണം. ആ കാര്യത്തിൽ മികവാർന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇനി എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ലോസെ 16 ഗോളുകൾ നേടി, അതിന് മുന്നിലേക്ക് ഇപ്പോൾ എംബാപ്പ കയറി വന്നു. അതിൻ്റെ തലപ്പത്താണ് ഇപ്പോൾ മെസ്സി 18 ഗോളുകളായിട്ട് നിലനിൽക്കുന്നത്. പക്ഷേ ഇതിന് മുൻപൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് R9, നമ്മുടെ റൊണാൾഡോക്ക് 15 ഗോളുണ്ടായിരുന്നു, ഗെർഡ് മുള്ളർക്ക് 14 ഗോളുണ്ടായിരുന്നു. പക്ഷെ ആ റെക്കോർഡ് അങ്ങോട്ട് തകർന്ന് തരിപ്പണമായപ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരു ഓർമ്മയുടെ പുതുക്കലായിട്ട് 2006 ആ വേൾഡ് കപ്പിലേക്ക് ഒന്ന് കടന്നു പോവുകയാണ്. അന്ന് ആ 2006 വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ പന്ത് തട്ടാൻ വന്ന നീളം മുടിക്കാരൻ, ആ യൗവനത്തിൻ്റെ തിളപ്പോടുകൂടി വന്ന മെസ്സി, നല്ല ദ്രുതമായിട്ട് ഓടുന്ന മെസ്സി, ആ മെസ്സിയെ തന്നെയാണ് ഈ 2026 കാണാൻ സാധിക്കുന്നത്. നീളം മുടിയൊന്നും ഇല്ലാന്നുള്ളൂ. അപ്പം മെസ്സി അന്ന് ആ 2006 വേൾഡ് കപ്പിൽ കളിക്കാൻ വന്നപ്പോൾ 1 ഗോളാണ് നേടിയത്. പിന്നീട് 2010 വേൾഡ് കപ്പിൽ കളിക്കാൻ വന്നപ്പോൾ മെസ്സി ഗോളൊന്നും തന്നെ നേടിയിട്ടില്ല. ഗോൾ അന്ന് മെസ്സിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. ഗോള് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ മെസ്സി നേടിയിട്ടില്ല 2010 വേൾഡ് കപ്പിൽ. പിന്നെ 2014 വേൾഡ് കപ്പിലേക്ക് കടന്നു വന്നു.
അന്ന് മെസ്സി 4 ഗോളുകൾ സ്വന്തം പേരിൽ എഴുതി ചേർത്തു. ഗോൾഡൻ ബോൾ സ്വന്തമാക്കി. ഇറാനും നൈജീരിയക്കൊക്കെ എതിരെ തകർപ്പൻ കളിയാണ് മെസ്സി കാഴ്ചവെച്ചത്. അന്ന് ഗോളുകളും കണ്ടെത്തി. പിന്നെ 2018 വേൾഡ് കപ്പിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് ഒരു ഗോള് മാത്രമാണ് മെസ്സി കണ്ടെത്തിയത്. പിന്നീടാണ് 2022 വേൾഡ് കപ്പ് വരുന്നത്. അന്ന് മെസ്സിയുടെ സാക്ഷാൽ സർവ്വരൂപം ലോക ജനത കണ്ടു. നല്ലതുപോലെ തകർത്ത് തിമിർത്ത് കളിച്ചു. സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യത്തിനോട് ഒരു തോൽവി ഏറ്റുവാങ്ങിയ അർജന്റീന എന്ന് പറഞ്ഞ ടീം ഉയർത്തെഴുന്നേറ്റപ്പോൾ മുന്നിൽ നിന്ന് പട നയിക്കാനുള്ള സർവ്വസന്നാഹങ്ങളായിട്ടുള്ള ആളായിട്ട്, രാജാവായിട്ട് തന്നെ മെസ്സി മാറുകയായിരുന്നു. അങ്ങനെ അന്ന് 7 ഗോളുകൾ സ്വന്തം പേരിൽ എഴുതി ചേർത്തു ലയണൽ മെസ്സി എന്ന ലിയോ മെസ്സി. ഇപ്പൊ ഈ 2026 വേൾഡ് കപ്പിൽ മെസ്സി 5 ഗോളുകൾ നേടിയേക്കാണ്. അപ്പൊ ഒന്ന് ഓർത്തു വെച്ചോ, ഇത്തരം വേൾഡ് കപ്പ് ഉണ്ടായിട്ട് ഏറ്റവും കൂടുതൽ ഗോൾ വേട്ടയിൽ ഇത്ര സ്പീഡോടുകൂടി വേഗതയോടുകൂടി മെസ്സി മുന്നോട്ട് പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പൊ ഇനിയും ഗോളുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ എംബാപ്പ പുറകെ തന്നെയുണ്ട്. അതൊരു വേറൊരു വെല്ലുവിളി തന്നെയാണ്. നല്ലതാണ്, വെല്ലുവിളി നല്ലതാണ്. അപ്പൊ മെസ്സി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. പിന്നെ എനിക്ക് സൂചിപ്പിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, മെസ്സി ഗോട്ടാണ്, നല്ലൊരു ഫുട്ബോൾ ലെജൻഡാണ് മെസ്സി. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ മെസ്സി ചുമ്മാതെ ഇങ്ങനെ പരിക്കഭിനയിച്ച് വീഴുക, അല്ലെങ്കിൽ എതിര് കളിക്കാരെ ചെന്ന് ക്രൂരമായ വിധത്തിൽ ഫൗൾ ചെയ്യുക, ആ രീതിയിലേക്കൊന്നും പോകരുത്. പ്രിയപ്പെട്ട ലയണൽ മെസ്സി, താങ്കൾ പോകരുത്. താങ്കൾ എന്ന ഫുട്ബോളറെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേരെന്നല്ല, ഈ ഭൂമിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ഒട്ടുമിക്കവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഓരോരോ രാജ്യങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോ ഫുട്ബോൾ രാജ്യങ്ങളെ സ്നേഹിക്കുന്ന അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. പക്ഷെ ഒരു ലോക ഫുട്ബോളർ എന്ന നിലയിൽ താങ്കളെ അക്കമഴിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ചുമ്മാതെ പരിക്കഭിനയിച്ച് ആക്ടിങ് ചെയ്യുക, ക്രൂരമായ രീതിയിൽ മറ്റുള്ളവരെ ഫൗൾ ചെയ്യുക, ആ രീതിയിലേക്കൊന്നും പോകരുത്. അത് താങ്കളുടെ വില തന്നെ താങ്കൾ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമായി മാറുന്ന ഒരു സംഭവമാണ്. അപ്പോൾ 18 ഗോളുകൾ നേടി വേൾഡ് കപ്പിന്റെ നെറുകയിൽ മുടി ചൂടാമന്നനായി മെസ്സി നിൽക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോട്ടെ. അടിപൊളിയാവട്ടെ കാര്യങ്ങൾ.